ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേച്ചി ഒന്ന് നോർമൽ ആവട്ടെ എന്ന് സുജി പറയുന്നത് കേട്ടുകൊണ്ടാണ് കേട്ടോ ഇഷിത വരുന്നത്. ഞാൻ നോർമൽ ആവട്ടെ എന്നാ, അതിനെന്താ എനിക്ക് വട്ടുണ്ടോ? അല്ല മെൻ്റൽ സ്ട്രെയിൻ അതൊക്കെ ഇന്നലെ പോയില്ലേ? ഇന്നലെ പോയോ എന്താ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. രഹസ്യങ്ങളൊക്കെ ഇനി അച്ഛനോടോ അമ്മയോടാണ് പറയാനുള്ളത്. എന്താ മോളെ എന്താന്ന് ചോദിക്കാൻ കേട്ടോ. എന്താ വല്ല ബോംബും പൊട്ടിക്കാനുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ മാഷ്. അപ്പോൾ പറയും ബോംബും പൂത്തിരൊക്കെ ഇന്നലെ രാത്രിയെ പൊട്ടിത്തീർന്നു എന്ന് പറയാം കേട്ടോ. അതെന്താ? അതെ, ഇന്നലെ വിനോദ് എന്നോടൊരു രഹസ്യം പറഞ്ഞു. വിനോദ് മാളിയേക്കൽ എന്ന് പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ സൂചിയൊന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണേ. അതല്ല, എന്താ മോളെ എന്താ കാര്യം? വിനോദ് മാളിയേക്കൽ മഹേഷിൻ്റെ അനിയനാണച്ചാ. അനിയനോ? 12 വർഷമായി വേർപിരിഞ്ഞിട്ട്. അതൊക്കെ പിന്നീട് കുറേ കഥകളൊക്കെ ഉണ്ട് എന്ന് പറയാൻ കേട്ടോ ഇഷിത. എന്നിട്ട് പറയുകയാണെ, അത് ചേട്ടനെ അനിയനെ പഠിപ്പിച്ച് വലുതാക്കി ചേട്ടൻ. പക്ഷേ അനിയൻ ഡ്രഗ്സിന് അടിമപ്പെട്ടു. ഡ്രഗ്സാണ് എല്ലാം ചെയ്തത്. അവസാനം ചേട്ടന് തല്ല് വരെയും ചെയ്തു അനിയൻ. പിന്നീട് പിരിഞ്ഞു. 12 വർഷമായിട്ട് വേറെയാണ്. പക്ഷേ ഇപ്പോഴതല്ല, ഇപ്പം മാറിയ അവസ്ഥയൊക്കെ. ഇപ്പോൾ ചേട്ടനെ പൂജിക്കുന്ന അനിയനാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല ന്യൂസാണല്ലോ മോളെ. അതെ. അമ്മയ്ക്ക് എങ്ങനെ അഭിപ്രായം? വിനോദ് മാളിയേക്കലിനെ കുറിച്ച് നല്ല മോനാണ്, നല്ല മര്യാദ ഉള്ള കുട്ടിയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ മോനായിട്ട് എടുത്തോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ സുജിയൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അല്ല, ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ എന്തെങ്കിലും അതൊക്കെയാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സുജിയൊന്നും മിണ്ടാതെ നിൽക്കും കേട്ടോ. അതെ, എന്തായാലും അതൊന്നും വേണ്ട. സ്വപ്നവലിയുടെ അടുത്തേക്ക് ഇനി രണ്ടാമതൊരാളെയും കൂടെ പറഞ്ഞയക്കാൻ പറ്റില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ സുജി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതെ ശരിയാണ്, ഇനി സ്വപ്നവലിയുടെ അടുത്തേക്ക് ഒരാളെയും കൂടെ പറഞ്ഞയച്ചാലേ അത് നടക്കാൻ പോകുന്ന കേസല്ല. ഈ ആലോചന എന്തായാലും നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സുജിക്ക് ആകെ വിഷമമായിട്ട് തല കുമ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇഷിത പറയും, എടി പൊട്ടി, അവർ നിന്നെ വെറുതെ പറഞ്ഞ് പറ്റിക്കുന്നതാണ് ആണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ എന്ന് പറയാൻ കേട്ടോ. എന്തായാലും സമയമാകുമ്പോഴേ നമുക്കതൊക്കെ ആലോചിച്ച് ശരിയാക്കാം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും സൂചിക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. സൂചി, താങ്ക് യു ചേച്ചി, ഞാനും കൂടെ അങ്ങോട്ട് വന്നതിന് ശേഷം നമുക്ക് അടിച്ച് പൊളിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ഇൻ്റർവ്യൂവിന് പോണ വഴിക്ക് ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും കേട്ടോ ഇഷിത സുചീനെ. എന്തായാലും സ്വപ്നവലിയുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളൊരു വേദന മാത്രമേ ഉള്ളൂ എന്ന് പ്രിയാമണി പറയും. സമയമാവട്ടെ, നമുക്കതൊക്കെ ശരിയാക്കാം എന്നൊക്കെ മാഷും പറയും. അങ്ങനെ ഇഷിതയും നമ്മുടെ സുജിയും കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കോൾ വരുന്നുണ്ട് ഓഫീസിൽ നിന്ന്. ആ കോള് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാരൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് 100 ചോദിക്കാൻ കേട്ടോ, മഹേഷിൻ്റെ ഫ്ലാറ്റ് എവിടെയാണെന്നൊക്കെ ചോദിക്കണം. എന്താണ് മഹേഷിൻ്റെ കയ്യിലേക്ക് കയറി കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഇനിയും അങ്ങനെ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. കോണി വെച്ച് കയറി പോകാനില്ല. കോണി വെച്ചിരിക്കുന്നത് സാറിൻ്റെ മുഖത്ത് കൂടെ ഒന്നല്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇനി ഞാൻ അങ്ങനെ അകത്തായിട്ടുണ്ടെങ്കിലേ അതുപോലെ തന്നെ ഒരു പോരും, അന്ന് പോകുന്ന പോലെ തന്നെ. അതിന് രണ്ടുപേരും കൂടെ കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാണ് കേട്ടോ. അതിനുശേഷം ആ പോലീസുകാരൻ പറഞ്ഞതേ, മഹേഷിന് ഫ്ലാറ്റ് എവിടെയാണ് പറഞ്ഞതായോ എന്ന് പറയുകയാണേ. മഹേഷിന് ഫ്ലാറ്റ് 100-ലാണ്, ചെന്ന് കയറി കൊടുക്ക് എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരൻ മഹേഷിൻ്റെ ഫ്ലാറ്റേക്കും. ഈ സമയത്ത് സ്വപ്നവലിയോട് മഹേഷ് പറയാതെ, ഇപ്പം ഈ കുടുംബം നല്ല സമാധാനത്തിലാണ് പോകുന്നത്, ഇത് എന്നും ഇതേപോലെ നിലനിന്നാൽ മതി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രാമനാഥൻ പറയും, ഈ സ്വപ്നവലിനെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറയും. പെട്ടെന്നാണ് പോലീസുകാരൻ കയറി വരുന്നത് കേട്ടോ. എന്നിട്ട് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സെർച്ച് വാറൻ്റ് ഉണ്ട്, ഇതാ ഈ കുട്ടി മിസ്സിങ് ആണെന്ന് പറയും കേട്ടോ. അതിന് ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇട്ടാണ് ആദ്യമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയ്യോ എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി വരും കേട്ടോ. ഈ കുട്ടി മിസ്സിങ് ആണ് എന്നൊക്കെ പറയും കേട്ടോ. ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ ഇവിടെയൊക്കെ പോയി സെർച്ച് ചെയ്തിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരികെ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒന്നും ഇല്ല സാറേ എന്ന് പറയും കേട്ടോ. എന്തായാലും രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, സെർച്ചിന് നിന്ന് തന്നതിന് നല്ല താങ്ക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരൻ അവിടെ നിന്ന് പോകും കേട്ടോ. ഈ സമയത്ത് സ്വപ്നവലി മഹേഷിനോട് ചോദിക്കണം, എന്താ മോനെ ആദ്യം മിസ്സിങ് ആണോ? ഇതൊക്കെ അവളുടെ അടവാണ് അമ്മേ, അവൻ്റെ അടവായിരിക്കുള്ളൂ, ഇത് പുതിയ ഏതെങ്കിലും തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേഗം തന്നെ മഹേഷ് രചനയ്ക്ക് വിളിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീയാണോടി എൻ്റെ വീട്ടിലേക്ക് പോലീസിനെ അയച്ചതെന്ന് പറയാൻ കേട്ടോ. അതോ ആകാശമോ എന്ന് ചോദിക്കാന്ന് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നിൻ്റെ മകൻ മിസ്സായി എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താനാണോ? അവൻ എൻ്റെ മകനാടി, എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ മകനാണ്, എന്നോട് അവന് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മഹേഷ്. പക്ഷേ നീ ആകാശിനെ വിശ്വസിക്കേണ്ട, ആകാശ് നിന്നെ പറ്റിക്കാൻ വേണ്ടി പലതും പറഞ്ഞിരിക്കും. അവന് എന്നെ തോൽപ്പിക്കണം മാത്രമേ ഉള്ളൂ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവനെ അതിനെ കൊല്ലാനും മടിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രചനയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ മഹേഷ് പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ മകനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. എനിക്ക് അവനെ ഒളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ എൻ്റെ മകനാണ്, ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം രചന ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ, മഹേഷിന് ആദ്യത്തെ മിസ്സിങ്ങിൽ പങ്കുണ്ടോ, ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവൻ്റെ വാക്കുകളും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രചന അകത്തേക്ക് കയറിപ്പോകും.
പിന്നെ കാണിക്കുന്നത് വിനോദിനെയാണ്. വിനോദ് സൂചിയും കൂടെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിന്നെ വിളിച്ചപ്പോൾ നിനക്ക് ഒഴിവുണ്ടാവുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ വിനോദ് പറഞ്ഞ് നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒഴിവുണ്ടാക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. എന്തായി ഇൻ്റർവ്യൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എളുപ്പമായിരുന്നു, ഇനി അവരെന്താ തീരുമാനിച്ചിരിക്കുന്നത് അറിയില്ല, എന്തായാലും ഇന്ന് തന്നെ അറിയാൻ പറ്റും, ഇന്ന് മെയിലയക്കും എന്ന് പറയും കേട്ടോ. വെരി ഫാസ്റ്റ് ആണല്ലോ. പിന്നെ അല്ലാണ്ട് നിൻ്റെ രാഷ്ട്രീയക്കാരെ പോലെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ രാഷ്ട്രീയത്തിനെ കുത്തി പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അത് നീ എന്താ ഏത് നേരം നോക്കിയാലും രാഷ്ട്രീയത്തിന് കുത്തി പറയുന്നത് എന്നൊക്കെ ചോദിക്കാനിട്ട്. അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം, ഒറ്റ ചോദ്യത്തിന്. അതെ, ഒരാൾ കുറേ നിലം വാങ്ങിച്ചു, ആ നിലത്തിൽ നെല്ല് വിതച്ചു, ആ നെല്ല് മുളക്കില്ലാന്ന് കണ്ടപ്പോൾ അവിടെ വീട് പണിയാൻ തീരുമാനിച്ചു. വീട് പണിത് എല്ലാം കഴിഞ്ഞ് വീടിന് സാങ്ഷനൊക്കെ കിട്ടിയതിന് ശേഷം സർക്കാർ പറഞ്ഞു ആ വീട് തരം ആ സ്ഥലത്തിൻ്റെ തരം മാറ്റണമെന്ന്. അപ്പോൾ രാഷ്ട്രീയക്കാരല്ലേ ഇതിൽ ഏത് നേരം തലതിരിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പറയട്ടെ. ഇതൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചെന്ന് ചോദിക്കുമ്പോൾ വിനോദിനോട് പറയുന്നുണ്ട്, അതെ ഞാൻ PSCക്ക് വേണ്ടി പഠിച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞത്, ഇത് തന്നെയല്ലേ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ പറയട്ടോ. എന്തായാലും നമ്മുടെ വിവാഹത്തെ കാര്യത്തെക്കുറിച്ചും നീ മഹേഷിൻ്റെ അനിയനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഇഷിതേച്ചി എല്ലാവരോടും പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ മറ്റേ ഡോക്ടർ ഇഷാദിൻ്റെ വിവരങ്ങളൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും ഇഷാദിന് നല്ല മാറ്റങ്ങളുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അവന്, പക്ഷെ അവനതൊന്നും തുറന്ന് പറയുന്നില്ല. എന്തായാലും ഓർമ്മ വരുന്ന സമയത്ത് ഡോക്ടറായിട്ട് അവൻ പോകും, അത് ഡോക്ടർക്ക് വലിയൊരു ഷോക്കായി മാറും, അതുകൊണ്ട് ഡോക്ടർ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇഷിത പറയാണ്, എനിക്കറിയാം അതിനുള്ള മാനസികാവസ്ഥയൊക്കെ ഞാൻ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് നാൾ അതിൻ്റെ ഓർമ്മയിൽ കഴിയേണ്ടി വരും, എന്നാലും സാരില്ല അവന് ഓർമ്മ കിട്ടട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ. ശരിയാണ്, ഓർമ്മ കിട്ടിയാൽ അവൻ പിന്നീട് ഇഷിതനെ നോക്കാൻ സാധ്യതയില്ല, ഇഷിതനെ വിട്ടു പോവുകയും ചെയ്യുന്നൊക്കെ പറയുകയാണെ. അങ്ങനെ ശരി ഡോക്ടർ, ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുകയാണ്. അങ്ങനെ റൂമിലേക്ക് പോകുമ്പോൾ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇഷാദ് ഇല്ല, അതായത് നമ്മുടെ ആദിയില്ല. ഇഷിതയാണെന്നുണ്ടെങ്കിൽ റൂമിൽ കയറിയിട്ട് എല്ലായിടത്തും വിളിച്ചന്വേഷിച്ച് നടക്കാണ്ട് ഇഷാദേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇഷാദിനെ കാണില്ല, അത് ആദ്യം കാണുന്നില്ല. എന്നിട്ട് ഡോക്ടറോട് പലരോടും ചോദിക്കുന്നുണ്ട്, ഇഷാദിനെ കണ്ടോ ഇഷാദിനെ കണ്ടോ. അപ്പോൾ സെക്യൂരിറ്റി പറയാണ്, ഡോക്ടർ മോനല്ലേ, ഡോക്ടർ മോൻ്റെ എൻ്റെ സൈക്കിൾ എടുത്തിട്ടാണ് പോയിട്ടുള്ളത്, അവന് സൈക്കിൾ ബാലൻസ് ഉണ്ട്, നന്നായിട്ട് സൈക്കിൾ ഓട്ടുന്നുണ്ടെന്ന് പറയും കേട്ടോ. എങ്കിൽ എൻ്റെ കീ ഒന്ന് എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. സെക്യൂരിറ്റി വേഗം തന്നെ കീ ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനെ തേടിയിട്ട് ഇഷിത പോവുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇഷിത ഇങ്ങനെ അന്വേഷിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആദ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ റോഡിൽ കൂടെ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുന്ന സമയത്താണ് രജനിയും ആകാശം കൂടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുന്നത് കേട്ടോ. അവരെ കണ്ട വഴിക്ക് എന്തോ തോന്നൽ തോന്നിയിട്ടാ, അവർ പരിചയമുള്ളത് പോലെ ഒരു തോന്നൽ ആദ്യം മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. ആകാശം രജനിയാണെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്നില്ല. അപ്പോൾ ആദ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ സൈക്കിൾ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇവരാരാണ്, ഇവരെനിക്ക് എവിടെയോ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ, ഇവരെ എൻ്റെ ആരെങ്കിലും ആണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. രജനിയാണെന്നുണ്ടെങ്കിലും രജനിയും ആകാശം കൂടിയിട്ട് കാറിൽ കയറി പോകും കേട്ടോ. പക്ഷേ ആദ്യയുടെ മനസ്സിൽ എപ്പോഴും അവരിങ്ങനെ മനസ്സിലൊടക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ആകാശ് രജനിയോട് പറയുന്നുണ്ട്, തൻ്റെ മനസ്സ് മുഴുവൻ ആദ്യയെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് എന്ന് എനിക്കറിയാം, അതെ അത് തന്നെയാണ് എൻ്റെ ചിന്തകൾ. മഹേഷിൻ്റെ വീട് സെർച്ച് ചെയ്തിട്ടും ആദ്യം അവിടെ കിട്ടിയില്ല, ആദ്യനെ മഹേഷ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ആ വീട്ടിൽ എന്തായാലും അവർ താമസിപ്പിക്കില്ലല്ലോ എന്നൊക്കെ ആകാശം പറയാണ്. അതെ, ഒന്നില്ലെങ്കിൽ മഹേഷിൻ്റെ അടുത്തുണ്ടാവും, അതല്ലെങ്കിൽ മഹേഷ് വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവും. എന്തായാലും സ്കൂളുകാർ എന്തുകൊണ്ടാണ് അവൻ മിസ്സിങ് ആണെന്ന് പറയാത്തത് എന്നൊക്കെ രജനി ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും അന്വേഷിച്ചേ പറ്റൂ, അന്വേഷണം ഒരു സ്ഥലത്ത് എത്തുന്നില്ലല്ലോ, എന്നാലും നമുക്ക് ആ പോലീസുകാരനൊന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും പോലീസുകാരൻ ആകാശിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മഹേഷിൻ്റെ വീട് സെർച്ച് ചെയ്തു, പക്ഷേ ആദ്യം അവിടെ നിന്ന് കിട്ടിയില്ല എന്ന് പറയാം കേട്ടോ. എങ്കിൽ പിന്നെ ഹോസ്പിറ്റലൊന്ന് സെർച്ച് ചെയ്തൂടെ, അതിനുള്ള വാറൻറ്റ് ഓർഡർ കിട്ടിയിട്ടില്ല, കിട്ടിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും മഹേഷിൻ്റെ അടുത്തില്ല, ഇനി വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നൊക്കെ പോലീസുകാരൻ പറയാൻ കേട്ടോ. അപ്പോൾ ആകാശ് പറഞ്ഞു എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ആദ്യം ഇങ്ങനെ സൈക്കിളിൽ ചവിട്ടി പോകുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.